നിങ്ങളിപ്പോൾ ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിലാണോ എങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടുങ്കാറ്റ് വന്നതുകൊണ്ട് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു എന്നല്ല. മാർക്കോസ് 6-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ പടകിൽ കയറുന്നത് അവരുടെ സ്വന്തം തീരുമാനപ്രകാരമല്ലായിരുന്നു. യേശു തന്നെയാണ് അവരെ പടകിൽ കയറ്റിയത്. യേശു അവരെ നിർബന്ധിച്ച് പടകിൽ കയറ്റിയതാണ്. എന്നിട്ടും അവർ കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ കാറ്റ് ശക്തമായി. അവർ തുഴഞ്ഞ് ക്ഷീണിച്ചു. വചനം പറയുന്നത് അവർ തണ്ടു വലിച്ചു വലഞ്ഞു എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവർ യേശുവിനെ കാണുന്നില്ലായിരുന്നു, പക്ഷേ യേശു അവരെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തെ കാണുന്നില്ല എന്ന അവസ്ഥയിലൂടെ പോകുന്നവരായിരിക്കാം. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ടായിരിക്കാം. വഴി അടഞ്ഞതുപോലെ തോന്നാം. പക്ഷേ നിങ്ങൾ ദൈവത്തെ കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ കാണുന്നില്ല എന്നല്ല. നിങ്ങളിപ്പോൾ കൊടുങ്കാറ്റിന്റെ നടുവിലാണെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട. സ്റ്റോം ഇസ് നോട്ട് ദ പ്രൂഫ് ഓഫ് ഗോഡ്സ് ആബ്സെൻസ്. ചിലപ്പോൾ ഈ കൊടുങ്കാറ്റിന്റെ നടുവിലായിരിക്കും നിങ്ങൾ ദൈവത്തെ ഏറ്റവും വ്യക്തമായി കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയാത്ത രാത്രിയിലും യേശുവിൻ്റെ കണ്ണിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മറഞ്ഞിട്ടില്ല.